ഇന്നലെ എറണാകുളമായിരുന്നു. എറണാകുളമായിരുന്നു ഞാൻ അല്ലേ? പോയതായിരുന്നു. ആ. ജൂനിയേഴ്സ് ജേർണി എന്ന് പറഞ്ഞ പുതിയ സിനിമയുടെ ആ. പ്രൊമോ ചെയ്യാൻ വേണ്ടി എന്നെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചായിരുന്നു. വിജയകാന്ത്. സാറിന്റെ റഘുറാം സിനിമ എന്നാണ് റിലീസ്? അതിനെ കുറിച്ച് അത് എന്താണ് പറയാനുള്ളത്? ഡിസംബർ മാസത്തിൽ റിലീസ് കാണും. ആ. സൂപ്പർ സിനിമയാണ്. അടിപൊളി ഒരു ആക്ഷൻ ത്രില്ലർ കാണും. ആ. അത് മലയാളത്തിലും തമിഴിലും ഇറങ്ങുന്നുണ്ട്. ആ. അതിന്റെ നിർമ്മാതാവിന്റെ പേര് ക്യാപ്റ്റൻ വിനോദ് സാറാണ്. ആ. പുള്ളി പട്ടാളത്തിലായിരുന്നു, ക്യാപ്റ്റനായിരുന്നു. ആ. അദ്ദേഹമാണ് നിർമ്മിക്കുന്നത്. ആ. പിന്നെ അതിന്റെ സംവിധായകന്റെ പേര് സൈനു ചാവക്കാടൻ. സൈനു ചാവ. പുള്ളിയാണ് ഡീസൻ്റ് ആണ്. ഒരു ആർട്ടിസ്റ്റിനെയും ഒരു വഴക്ക് പോലും പറയത്തില്ല. ആർട്ടിസ്റ്റിന്റെ ഇഷ്ടം അനുസരിച്ച് അഭിനയിച്ച് അത് ഫലിപ്പിക്കാം. അതവരുടെ സമയമാണ്. അവർക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ്. ആരെയും എല്ലാവരും മോനെന്ന് കണ്ടൊക്കെ വിളിക്കുന്നത്. പിള്ളേരെയും പിള്ളേരൊക്കെ നല്ല സ്നേഹമുള്ള നല്ലൊരു മനുഷ്യൻ. എന്ത് റോളാണ് കിട്ടിയത്? എനിക്കതൊരു തറവാടിനകത്ത് കൊലപാതകം നടക്കുന്നു. ഞാനത് തറവാട് തമ്പുരാൻ്റെ ശിഷ്യനായിട്ട് കണ്ടാന്ന് തോന്നുന്നു. എനിക്ക് ഫൈറ്റ് സീൻ മാത്രമാണ്. ഞാൻ കരാട്ടയൊക്കെ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ബ്ലാക്ക് ബെൽറ്റ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഫൈറ്റ് സീനകത്ത് ഞാനുണ്ട്. നല്ലൊരു വേഷമായിരുന്നു. എനിക്ക് ഒരു നൈറ്റ് ഫുള്ളായിരുന്നു ഞങ്ങളുടെ ഷൂട്ടിങ്. എത്ര സിനിമ ടോട്ടൽ അഭിനയിച്ചിട്ടുണ്ട്? ഞാൻ ഇത് പ്രൊട്ടക്ടർ കഴിഞ്ഞു, റഘുറാം കഴിഞ്ഞു. പിന്നെ തിരുവനന്തപുരത്ത് ഒരു സിനിമ ഷോർട്ട് സിനിമ ചെയ്തത്. പക്ഷെ അതിപ്പോൾ അവർ സിനിമ ആക്കാൻ പോകുന്നു. അതിൻ്റെ കുറച്ച് ബാലൻസും കൂടി എടുത്തിട്ട് അത് വലിയ സിനിമ ആക്കാനുള്ള ഐഡിയയിലേക്ക് ചെയ്യുന്നു.